ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്, കേൾക്കാം. കെട്ടുറപ്പ് ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാ ഘടകകക്ഷികളും ഒരേപോലെ നല്ല നിലപാടുകളായിട്ട് മുന്നോട്ട് പോകും. യുഡിഎഫിന്റെ കെട്ടുറപ്പാണോ കോൺഗ്രസിന്റെ കെട്ടുറപ്പാണോ പ്രശ്നം? അതായത് യുഡിഎഫിന്റെ കെട്ടുറപ്പിലല്ല, ലീഗിന്റെ കെട്ടുറപ്പ് യുഡിഎഫിന്റെ കെട്ടുറപ്പാണ്. ഓരോ പാർട്ടിയുടെയും കെട്ടുറപ്പ് യുഡിഎഫിനെ ശക്തിപ്പെടുത്തും. അതിനെല്ലാ പാർട്ടികളും തയ്യാറാകണം. അതാണ് പറയേണ്ടത്. ഓക്കെ. കഴിഞ്ഞ ദിവസം ഈ കാസിമാരുടെ യോഗത്തിൽ ഈ സംസ്ഥക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്ന തരത്തിൽ ഓഡിയോ ഒക്കെ ഇപ്പം പ്രചരിക്കുന്നുണ്ട്. ശരിക്കും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥക്കെതിരെ? അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ചർച്ചകളുണ്ടാവും, ചർച്ചയിൽ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമല്ലോ, ആ രീതിയിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ വിമർശനമായിട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഖാദി ഫൗണ്ടേഷൻ എന്നുള്ള സംസ്ഥയെ ശക്തിപ്പെടുത്താനുള്ളതാണ്, അത് സംസ്ഥയെ ക്ഷീണിപ്പിക്കാനുള്ളതല്ല. സംസ്ഥയുടെ നിർദ്ദേശങ്ങളെ മഹല്ലുകളിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ഖാദി ഫൗണ്ടേഷൻ്റെ താല്പര്യവും അതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അതല്ലാതെ അവിടെ സംസ്ഥയ്ക്ക് എതിരായിട്ടൊന്നും ഉണ്ടാവാറില്ല. അല്പസമയം മുൻപ് വന്നൊരു വാർത്തയുണ്ടായിരുന്നു, അതിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുവാണല്ലോ. അതായത് MP ഗോവിന്ദൻ്റെ ഒരു വാചകമാണ്. അതായത് ഈ പിണറായി വിജയന് പാർട്ടി എല്ലാ കാലത്തും ഇളവ് അനുവദിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് എല്ലാ സമയങ്ങളിലും ഇളവുണ്ട്. അത് മുൻപ് തന്നെ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നതാണ്. അങ്ങനെ പ്രായപരിധിയുടെ പേരിൽ മാറി നിൽക്കുന്നവരെ ഒരിക്കലും പാർട്ടി കൈവിടില്ല തരത്തിലൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട കാര്യമുള്ള അത് അവർ പറയട്ടെ. ചർച്ച ഇപ്പൊ നടക്കേണ്ടത് ഈ സമയത്ത് ഉയരേണ്ട ചർച്ചയാണോ? KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെയും സംബന്ധിച്ച് ഒരു കെട്ടുറപ്പ് അത് വേണം, കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, അത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.